ഞാൻ ഡോക്ടർ അക്യൂബ് കെ ഷെയ്ഖ്, സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ പട്ടം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും അതിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതിൻ്റെ ചികിത്സയുമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്നത് കഴുത്തിൻ്റെ മധ്യഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതിൽ നിന്ന് തൈറോക്സിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോൺ ശരീരത്തിലെ പ്രധാനപ്പെട്ട മിക്ക അവയവങ്ങളുടെയും സാധാരണ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൻ്റെ മധ്യഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരവയവമാണ്. അതിൽ നിന്ന് തൈറോക്സിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മിക്ക അവയവങ്ങളുടെയും സാധാരണ ഗതിയിലുള്ള പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. പല വിധത്തിലുള്ള അസുഖങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കാം. ഇതിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന അപാകതകൾ. രണ്ട്, തൈറോയ്ഡിൽ ഉണ്ടാകുന്ന മുഴകൾ. തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന അപാകതകൾ രണ്ടാണ്. ഒന്ന്, അമിതമായ പ്രവർത്തനം, അതല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. രണ്ടാമത്തത് അപര്യാപ്തമായ പ്രവർത്തനം, അത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ വെയിറ്റ് കുറയുക, അമിതമായ ഭക്ഷണം കഴിക്കുക, വിറയൽ, നെഞ്ചിടിപ്പ് മുതലായവയാണ്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ആണെങ്കിൽ ഉന്മേഷക്കുറവ്, കൂടുതലായിട്ടുള്ള ഉറക്കം, കൂടുതലായിട്ട് വണ്ണം വയ്ക്കുക, ഇതൊക്കെയാണ്. ഇനി തൈറോയ്ഡിനെ ബാധിക്കുന്ന മുഴകളുടെ കാര്യത്തിലോട്ട് വന്നാൽ അത് രണ്ട് തരത്തിലാകാം. ഒന്ന്, കുഴപ്പമില്ലാത്ത ബിനൈൻ നോഡ്യൂൾസ് ആകാം. രണ്ടാമത്തത് ക്യാൻസറസ് ആയിട്ടുള്ള നോഡ്യൂൾസും ആകാം. തൈറോയ്ഡിൻ്റെ അസുഖ നിർണയത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന 3 ടെസ്റ്റുകളാണ്. ഒന്ന്, അൾട്രാസൗണ്ട് സ്കാൻ കഴുത്തിൻ്റെ. 2, ബ്ലഡ് ടെസ്റ്റ് തൈറോയ്ഡ് ഫങ്ഷൻ അറിയാൻ വേണ്ടി. മൂന്നാമത്തത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ FNAC. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായി തൈറോയ്ഡ് അസുഖമുള്ളവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിൽ അപാകതയുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും. ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് വരുന്ന രോഗിയാണെങ്കിൽ ആ ലക്ഷണങ്ങളെല്ലാം ആ രോഗി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റാണ്, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. കൂടെ ഒരു അൾട്രാസൗണ്ട് നെക്കും ചെയ്യും. അതിനുശേഷം ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് 3 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ്. 2, സർജറി, അത് ടോട്ടൽ തൈറോയ്ഡക്ടമി. 3, റേഡിയോ ആക്റ്റീവ് അയഡിൻ അബ്ലേഷൻ. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും അഭികാമ്യം പേഷ്യൻറ്റിന് ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് കൊടുത്ത് നോർമൽ ലെവലിലാക്കിയതിന് ശേഷം സർജറി ചെയ്ത് തൈറോയ്ഡ് റിമൂവ് ചെയ്യുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് ഏറ്റവും നല്ലത്. ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസുമായിട്ട് വരുന്ന രോഗികളെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നതെന്ന് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവൽ കുറവായിരിക്കും. കൂടെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ കൂടെ ചെയ്യണം. കാര്യം ചില രോഗികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ തൈറോയ്ഡിൽ മുഴകളും കാണാൻ സാധ്യതയുണ്ട്. മുഴകളില്ലാതെ ഹൈപ്പോ തൈറോയിഡിസം മാത്രമുള്ളവർക്ക് തൈറോക്സിൻ സപ്ലിമെൻറ്റേഷൻ ചെയ്താൽ മാത്രം മതിയാകും. മുഴയുണ്ടെങ്കിൽ അതിന് FNAC ടെസ്റ്റ് ചെയ്ത് അത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇനി തൈറോയ്ഡിൽ മുഴകളായിട്ട് വരുന്നവരെ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മുഴകൾ 2 തരമാകാം. ഒന്ന്, കുഴപ്പമില്ലാത്ത ബിനൈൻ കൊളോയിഡ് നോഡ്യൂൾസ് ആകാം. രണ്ടാമത്തേത് തൈറോയ്ഡ് ക്യാൻസർ ആകാം. തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ FNAC ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടോട്ടൽ തൈറോയ്ഡക്ടമി എന്ന സർജറിയാണ്. ഈ തൈറോയ്ഡ് മുഴകളുടെ കൂടെ കഴുത്തിൽ കഴകൾ കൂടി വീങ്ങിയിട്ടുണ്ടെങ്കിൽ നെക്ക് ഡിസെക്ഷൻ എന്നൊരു സർജറി കൂടി ഇതിൻ്റെ കൂടെ വേണ്ടി വരും. ക്യാൻസർ ഇല്ലാത്ത തൈറോയ്ഡ് മുഴകൾ സർജറിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് തൈറോയിഡിൻ്റെ ഈ മുഴ
കഴുത്തിലെ അവയവങ്ങളിൽ പ്രസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സിംറ്റം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് ഭക്ഷണം ഇറങ്ങി പോകാൻ തടസ്സം, ശ്വാസം മുട്ടൽ, ശബ്ദത്തിൽ വ്യതിയാനം വരിക, ഇതൊക്കെ പ്രഷർ സിംറ്റംസാണ്. അത് മുഴയുടെ ഒരു പ്രഷർ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് ക്യാൻസർ ഇല്ലെങ്കിലും നമ്മൾ ടോട്ടൽ തൈറോയ്ഡക്ടമി ചെയ്യണം. വിശദമായ പരിശോധനകളും അതിനെ അടിസ്ഥാനമാക്കി കൂടുതൽ ചികിത്സകളും വേണ്ടി വന്നേക്കാം. അത് ഒരു വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുക.